ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ദേവൂസ് വേൾഡ്. ഇന്ന് നമ്മളൊരു പുതിയൊരു ഡെയിലി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത്. അപ്പോൾ നമുക്ക് വേഗം റെഡിയായി ഡ്യൂട്ടിക്കൊക്കെ പോവാം കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഒരു 4-4:30 എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ. അപ്പോൾ വേഗം ഇറങ്ങിയിട്ട് നമ്മൾ എത്രയും നേരത്തെയുള്ള വണ്ടിക്ക് പോകാൻ പറ്റുമോ അത്രയും നേരത്തെയുള്ള വണ്ടിക്ക് പോകാം. വൈകുന്നേരം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചായ എല്ലാം കുടിച്ച് ഞാൻ പിന്നെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ചായയെല്ലാം കുടിക്കാനുള്ള കറക്റ്റ് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഒത്തിരി നമുക്ക് അങ്ങോട്ട് കിടക്കാനുണ്ടായിരുന്നു. ഒത്തിരി ഓട്ടോകൾ ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ വേഗം എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായിപ്പോയി. രാവിലെ ഡ്യൂട്ടിക്ക് കയറിയതാണ്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഒരു ചായ കുടിച്ചിട്ട് പിന്നെ വണ്ടി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം 3rd പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവിടം വരെ പോകണം. അപ്പോൾ അവിടം വരെ പോണതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒറ്റൊരു മനുഷ്യരും ഇല്ലായിരുന്നു. പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അതും ജനറലിൽ പോയി നോക്കിയപ്പോഴത്തേനും അവിടെ മൊത്തം ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ റിസർവേഷനിലാണ് കയറിയത്. റിസർവേഷനിൽ കയറിയിട്ട് ഭയങ്കര വേർത്ത് കുളിച്ചു ഒരുവിധമായി. നല്ല ചൂടുമായിരുന്നു. പിന്നെ പുറത്തത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടെങ്കിലിരുന്നു. ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് വിട്ടത്. അതുകൊണ്ട് പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ നാട്ടിലെത്താൻ വേണ്ടി പറ്റി. പിന്നെ അടുത്തൊന്നും ആരും ഇല്ലാത്തതിൻ്റെ വർത്തമാനം പറയാനൊന്നും ആരുമില്ല. ചുമ്മാ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് TTR വന്നു, ഫൈനടിച്ചിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് സമയത്ത് വണ്ടി വിട്ടോ, ഫൈനടിച്ചിട്ട് പോയി. പിന്നെ നമ്മളെ നാട്ടിലേക്കൊക്കെ എത്താറായപ്പോഴത്തേനും ആൾക്കാർ കയറാൻ തുടങ്ങി കേട്ടോ.